ഈ വീഡിയോയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് നോക്കുന്നത്. അതിലൂടെ തുടരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ മിഡിൽ ഈസ്റ്റിലെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് ഇസ്രയേലിന്റെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും ഒരു അഡ്വാൻറ്റേജ് നിൽക്കുന്നത്. കാരണം സിറിയയുടെ ഭാഗത്ത് അവിടെ ഒരു ഷിയ സുന്നി ഇഷ്യൂ അവിടെ ഓൾറെഡി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഏത് രീതിയിലാണെങ്കിലും ഇസ്രയേൽ അത് ഒഫീഷ്യലായിട്ട് തന്നെ അവർക്ക് അഡ്വാൻറ്റേജ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഹെസ്ബുള്ള അവിടെ എൻഗേജ്ഡ് ആവുകയാണ്. അപ്പൊ അതുകൊണ്ട് ലെബനാൻ ഭാഗത്ത് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സദൻ ലെബനാൻ ഭാഗത്ത് ഇസ്രയേലിന് കിട്ടും. അപ്പൊ അതിലൂടെ ആ ഭാഗത്ത് താമസിക്കുന്ന ഇസ്രയേലികളായിട്ടുള്ള ആൾക്കാർക്കും ആ ഭാഗത്ത് താമസിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്കും തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്, സംജാതമാകുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏക ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതില് ഇന്നലെ ഒരു സീസ് ഫയർ വയലേഷൻ നടത്തി ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു ക്ലെയിം വന്നിട്ടുണ്ട്. അത് എന്ത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ സീസ് ഫയർ എഗ്രിമെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു പോയിന്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മിലിറ്ററി വെപ്പൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രീതിയിലുള്ള നീക്കുപോക്കുകളും ഈ ഒരു സൗത്ത് സോൺ, അതായത് ഒരു സദൻ ലെബനാൻ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് സീസ് ഫയർ നിലവിൽ വന്ന ആ ദിവസം മുതലേ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ഹിസ്ബുള്ള ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ സദൻ ലെബനാൻ ഭാഗത്ത് ഇസ്രയേലുമായിട്ട് സീസ് ഫയർ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ അവരറിയാതെ, അതായത് ഐ ഡി എഫിന്റെ സെർച്ചിൽ കണ്ടെത്താൻ കഴിയാത്ത എന്നാൽ ഹിസ്ബുള്ളയുടെ തീവ്രവാദികൾക്ക് മാത്രം അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളിൽ ഇവർ ആയുധങ്ങൾ പതുക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോഴും ഈ സദൻ ലെബനാൻ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ 60 days ഒരു സീസ് ഫയറിന്റെ ഒരു ടൈം ലൈൻ ഈ ഒരു എഗ്രിമെന്റിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേൽ മൊത്തത്തിൽ സെർച്ച് ചെയ്ത് അതെല്ലാം അരിച്ചു പിറക്കി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടൈം ലൈൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ ഈ ഒരു സിറിയയിൽ ഉണ്ടായ ഈ ഒരു ചെറിയൊരു ടൈറ്റ് സിറ്റുവേഷൻ ഹിസ്ബുള്ളയെ അവരുടെ ലെബനാൻ ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് സിറിയയിലേക്ക് കടത്തിവിടേണ്ട ഒരു ആവശ്യത്തിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇവർ സ്വമേധയാ വന്ന് ഇപ്പൊ ഈ ആയുധങ്ങളൊക്കെ എടുക്കുകയും ഇസ്രായേലിന്റെ IDF അറിയാതെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥകൾ അവിടെ ഉണ്ടാകുന്നത്. പിന്നെ IDF അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് എയർ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ടീമിനെ ഇന്ന് കണ്ടെത്തി. ഹിസ്ബുള്ളയുടെ ടീം തന്നെയാണ്. അവർ ആയുധങ്ങൾ എടുക്കുകയും വണ്ടിക്കകത്ത് വെക്കുകയും അതിനെ ചുറ്റിപ്പറ്റി കുറെ ആൾക്കാർ വരികയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അവിടെ ഒരു സ്ട്രൈക്ക് ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീസ് ഫയർ എഗ്രിമെന്റ് അതിന് ഇസ്രായേലിനെ അനുവദിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പോസിറ്റീവ് പോയിന്റ്. പക്ഷെ എന്നാലും അവിടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. 2-3 ആൾക്കാർ അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഇവർക്കിപ്പം ഈ വെപ്പൺസ് എടുത്തുകൊണ്ട് സിറിയ ബോർഡറിലോട്ട് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ കയറിയാൽ അവിടെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതുപോലെ ഇവർക്ക് വെപ്പൺ കടത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ ലോക്കായിരിക്കുകയാണ്. പക്ഷെ അതേസമയം സിറിയക്കുള്ളില് അവിടെ നല്ല രീതിയിലുള്ള, അതായത് റിബൽസ് എന്ന് പറയപ്പെടുന്ന ആ ഒരു സുന്നി വിഭാഗത്തിലുള്ള ആൾക്കാർ നല്ല രീതിയിലുള്ള അറ്റാക്ക് സിറിയയുടെ എംബസി, അതേപോലെ സിറിയയുടെ അലപ്പോ എന്ന് പറഞ്ഞ ആ സിറ്റിയിൽ നല്ല രീതിയിലുള്ള ബോംബ് ബ്ലാസ്റ്റിംഗും നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 13 സിറിയൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അത് ഇവർ രാവിലെ തന്നെ ഈ ഒരു സിറിയൻ സോൾജേഴ്സ് അവിടെ വന്ന് കയറുമ്പോഴത്തേക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടായ ഒരു അറ്റാക്ക് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്താ അത് ഓൾറെഡി കരുതിക്കൂട്ടിയിരുന്നതാണ് ഈ സുന്നി വിഭാഗത്തിലുള്ള ഈ വിമദർ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ. ഇമ്മീഡിയറ്റ് അറ്റാക്ക്, സർപ്രൈസ് അറ്റാക്ക് ആണ് ഉണ്ടായത്. കുറെ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സിറിയയുടെ ഭാഗത്ത് നിന്ന് വരുന്ന അനൗൺസ്മെന്റ്. പക്ഷേ സിറിയ ഈ ഒരു റിബൽസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൃത്യമായ മുറയിൽ തയ്യാറെടുക്കുകയാണെന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അലപ്പോ സിറ്റി കേന്ദ്രീകരിച്ചുള്ള യുദ്ധം മുന്നോട്ട് തന്നെ പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിമത ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സീസ് ഫയറിൽ വെച്ചിരിക്കുന്ന പോയിന്റ് ബൈ ഡീഫോൾട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ നിന്ന് ആയുധങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ലെബനാൻ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള വെപ്പൺ മൂവ്മെന്റ്സ് നടക്കത്തില്ല. ഇനി വരുന്നെങ്കിൽ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വേണം അവിടെ വരാൻ. അതും നല്ല രീതിയിലുള്ള റിസ്ക് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ള ഇറാൻ റെജീം പെട്ടിരിക്കുകയാണ്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ റഷ്യ അവിടെ ഉള്ളതാണ്. റഷ്യയുടെ ഒരു സപ്പോർട്ടാണ് ഇപ്പം സിറിയക്ക് ഏറ്റവും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത് നമ്മൾ ഹമാസിന്റെ സീസ് ഫയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹമാസ് സീസ് ഫയറിന് റെഡിയാണ്. പലതരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിക്കും ഹമാസ് തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അതിൽ 2 വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ബന്ദിയുടെ എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു ബന്ദിയുടെ വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ അവർ സീസ് ഫയർ, അതായത് 2 ദിവസത്തിന് മുമ്പ് ഈജിപ്തുമായിട്ടുള്ള ഒരു സീസ് ഫയർ ടോക്കിന് ശേഷം ഈ ശരിക്കും ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഒരു ഉന്നയിക്കുകയുണ്ടായി. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അവർ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതില് ഫോഴ്സ്ഫുള്ളി ആ ഒരു എയ്ഡൻ അലക്സാണ്ടറെ കൊണ്ട് സംസാരിപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഫോഴ്സ്ഫുള്ളി ആ ഒരു ബന്ദിയായിട്ടുള്ള ഒരു അലക്സാണ്ടർ കരയുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പം ഇവർ ഫോഴ്സ്ഫുള്ളി പറയിപ്പിക്കുന്ന ഡയലോഗ് ആയതുകൊണ്ട് അത് രാജ്യവിരുദ്ധമാകുന്നു എന്നുള്ള നിലയിലുള്ള കരച്ചിലായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഗവൺമെന്റിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ ഒരു വാചകങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അത് ലോഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ.
അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ആ വീഡിയോ പറ്റുമെങ്കിൽ ഇവിടെ പ്ലേ ചെയ്യാം, ഇല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അതിനെ തുടർന്ന് ഹമാസ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ സീസ് ഫയറിന് തയ്യാറാണ്, ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് അവർ നൽകുന്നത്. ഇതില് 101 പേരിൽ ഏതാണ്ട് 34 പേര് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ ഉള്ളൂ. ഇനിയിപ്പോ എക്സാക്ട്ലി എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ എക്സാക്ട്ലി എത്ര ഡെഡ് ബോഡീസ് അവരുടെ കയ്യിലുണ്ട്, അതിന്റെ കണക്കൊന്നും അവർ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ്, ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. അപ്പൊ ഇത് സീസ് ഫയറിന്റെ ഒരു ബിഗിനിങ്ങിൽ തുടങ്ങിയാൽ മാത്രമേ ഈ ഒരു ലിസ്റ്റ് അവർ കൈമാറുകയുള്ളൂ. അപ്പൊ ഇത് ഒരുപാട് കടമ്പകൾ കടന്നേ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ ലെബനാന്റെ ഭാഗത്ത് നടന്നതുപോലെ ഗാസയുടെ ഭാഗത്ത് എളുപ്പത്തിൽ ഒരു സീസ് ഫയർ സാധിക്കില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നും ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, ഒരു എയർ സ്ട്രൈക്ക് തന്നെയാണ്. അതായത് വേൾഡ് ഫുഡ് സപ്ലൈ സ്റ്റോർ അതിനെയാണ് അറ്റാക്ക് ചെയ്തത്. കാരണം അതിനവർ റീസൺ ആയിട്ട് പറയുന്നത് അതിലുള്ള 3 വ്യക്തികൾ October 7 അറ്റാക്കിൽ പങ്കെടുത്ത വ്യക്തികളാണ്, അവരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് അവിടെ അറ്റാക്ക് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അത് ഈ ഭാഗത്തിൽ, അതായത് പലസ്തീൻ അഥവാ ഗാസയുടെ സൈഡിൽ നിന്ന് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് സിവിലിയൻസ് ആണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് ഗാസയിലെ ഉള്ളിൽ കഠിനമായ രീതിയിലുള്ള അറ്റാക്കുകൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഹമാസ് അതിനുവേണ്ടി തന്നെയാണ് കൂടുതൽ പ്രഷർ ഇടുന്നത്. ഹമാസ് കൂടുതൽ പ്രഷർ ഇട്ട് എങ്ങനെയും സീസ് ഫയറിൽ എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ഹെസ്ബുള്ളായോ വിട്ടൊഴിഞ്ഞു പോയി. അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും വളരെ ഓപ്പൺ ആണ്, ഫ്ലെക്സിബിൾ ആണ്, പക്ഷേ ഞങ്ങൾക്ക് ഹോസ്റ്റേജസിനെ പാർഷ്യലി റിലീസ് ചെയ്ത് തരണം എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റുകളാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൂടാതെ കുറെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് IDF ഗാസയിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഇത്. പിന്നെ ഒരു പെർമനന്റ് സീസ് ഫയർ അല്ല, 60 days സീസ് ഫയർ ആയിരിക്കും കൊണ്ടുവരിക. അതിനുള്ളിൽ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി സർവൈലൻസും പിന്നെ ഈ ഗേറ്റുകളുണ്ടല്ലോ, കോറിഡോർസ്, അതായത് ഈ ഒരു ഫിലഡൽഫി കോറിഡോർ, അതുപോലെ ചുറ്റായ കോറിഡോറുകളുണ്ട്. പുതിയ 4-5 കോറിഡോറുകൾ ഈ ഒരു എയ്ഡ് കൊടുക്കാൻ വേണ്ടി തന്നെ തുറന്നിട്ടുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഗാസ ഇസ്രായേൽ മോണിറ്റർ ചെയ്യും തന്നെയാണ് നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പീസ് ട്രീറ്റി ഡിലേ ആവാനുള്ള ഒരു സാഹചര്യം ഈ ഒരു ഇസ്രായേലിന്റെ IDFന്റെ സർവൈലൻസ്, സെക്യൂരിറ്റി സർവൈലൻസ് ഇൻസൈഡ് ഗാസ, അതാണ് ഏറ്റവും കൂടുതൽ അവരെ അലട്ടുന്ന വിഷയം. ഈ ഒരു ഒറ്റ പോയിന്റ് മാറ്റിയാൽ സീസ് ഫയർ ഓക്കെ ആവും. പക്ഷെ ഇത് മാറ്റാൻ ഇസ്രായേൽ തയ്യാറാവത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ റീസൺ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇറക്കി ഹോസ്റ്റേജസിന്റെ ഫാമിലീസിനെ കൂടുതൽ ടെൻഷൻ അടിപ്പിച്ച് അവരെ കൊണ്ട് ഗവൺമെന്റിലേക്ക് സമ്മർദ്ദം ചെലുത്താനും കൂടുതൽ പ്രൊട്ടസ്റ്റ് ഇസ്രായേലിന്റെ ഉള്ളിൽ പ്രതിഷേധം കൊണ്ടുവരാനുമാണ് ഹമാസ് ഇപ്പം ഇൻഡയറക്ട്ലി ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഏക മാർഗമായിട്ട് അവർ കരുതുന്നത് തന്നെയും. അല്ലാതെ വേറെ വെപ്പൺസ് ഒന്നും ഇല്ല മുന്നിൽ ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാൻ. പിന്നെ 1-2 ടെറർ അറ്റാക്സ് മാത്രമേ ഇനി നടത്താനുള്ള സാധ്യതയുള്ളൂ, അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല എന്നുള്ളതാണ്. അടുത്ത് ഇറാൻ വെക്കുന്ന ഒരു വലിയ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു ഹ്യൂമൻ വേപ്പറൈസർ, അങ്ങനെ ഒരു വെപ്പൺ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ആരോപണം വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പിന്നെ ഇറാൻ എങ്ങനെയാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള നിലയിൽ ഒരു വെപ്പണിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രാസായുധം എന്നുള്ള നിലയിലുള്ള ഒരു വെപ്പൺ അവർ ഉപയോഗിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലാണ് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഓൾറെഡി എക്സാമ്പിൾ ഉള്ളതാണ്. സിറിയയിൽ ഇതേ പ്രവൃത്തി ഈ അസദ് ചെയ്തിട്ടുണ്ട്, ഈ ബഷർ അസദ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ വക രാസായുധമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വെപ്പൺ മെത്തേഡെല്ലാം യൂസ് ചെയ്യുന്നത് ഇവരാണ്, ഈ ആൾക്കാരാണ്. ഇവർ ഓൾറെഡി ഇതിൽ എക്സ്പേർട്ടാണ്. അപ്പൊ ഇവർ ഓൾറെഡി ഇതുപോലത്തെ വിഷയങ്ങൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം രൂപപ്പെട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇമാതിരിയുള്ള ഏർപ്പാടുകൾ, ഈ ഒരു വേപ്പറൈസർ പോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് പണ്ടേ ഉപയോഗിക്കായിരുന്നു. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ വേപ്പറായി പോകത്തില്ലേ. ഇമാതിരിയുള്ള ഇറലവന്റ് ആയിട്ടുള്ള വാലിഡിറ്റി ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിട്ടാണ് ഇറാൻ മുന്നോട്ട് വരുന്നത്. പലപ്പോഴും ഇറാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. ശരിക്കും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഇന്റൻഷൻ, ഇങ്ങനെ ഒരു ഇന്റൻഷൻ അവരുടെ, ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ് അവരുടെ മനസ്സിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ റഷ്യയുമായിട്ട് ഒരു ഡീലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് 6 സുക്കോയ് 35 അവർ ഫൈറ്റർ ജെറ്റ് മേടിക്കാനാണ് അവർ പദ്ധതി ഇട്ടിരുന്നത്. അത് ഏകദേശം ഒരു അടുത്ത് വന്ന് ഇരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ അത് റഷ്യ തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് റഷ്യയുടെ ഓൺ കപ്പാസിറ്റിയിലും പ്രൊട്ടക്ഷനിലും അത് ഡെലിവറി ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് വൈകാതെ തന്നെ ഇറാനുള്ളിൽ എത്തുന്നതായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് കൂടാതെ ആ എഗ്രിമെന്റിൽ ഒരു വിഷയം കൂടെ പറയുന്നുണ്ട്. റഷ്യ ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരു ഫാക്ടറി രൂപീകരിച്ച് അവിടെ തന്നെ ഈ ഒരു സുക്കോയ് 35 മാനുഫാക്ചറിങ് ചെയ്യാനും ഒരു വിത്തിൻ 1 or 2 ഇയറിൽ 48 സുക്കോയ് 35 മാനുഫാക്ചറിങ് ചെയ്ത് തരാം എന്നുള്ള രീതിയിലും ആ എഗ്രിമെന്റ് പറയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ എയർ സ്ട്രൈക്കിംഗ് മെത്തേഡ്, എയർഫോഴ്സ് അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ലക്ഷ്യമായിട്ട് കരുതപ്പെടുന്നത്. പക്ഷേ ഇത് ഇപ്പൊ 48 വരാൻ കുറെ ടൈം എടുക്കും. പക്ഷെ 6 ഉടനെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ 6 വെച്ചിട്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 100 ബാച്ച് ഫ്ലൈറ്റ് വെച്ചിട്ടാണ്, F-35 വെച്ചിട്ടാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ പോയത് ഇറാനെ. അപ്പൊ ഇതിൽ 6 വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല.
പക്ഷെ ഇതിൽ വളരെ കൃത്യമായിട്ട് ഇറാൻ ഇസ്രായേലിനെ അടിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. റഷ്യ ഉക്രൈനാണ്. ഉക്രൈൻ ശരിക്കും പരാജയപ്പെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാധ്യമത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ പുള്ളി പറയുന്നത് ഒരു സീസ് ഫയർ അനിവാര്യമാണ്. ആ സീസ് ഫയർ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇത് സെലൻസ്കിയുടെ ഒരു റിക്വസ്റ്റ് ആണ്, അയാളുടെ ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു വെക്കുന്നത് വളരെ വ്യക്തമാണ്. ഒരു സീസ് ഫയർ വേണം, അനിവാര്യമാണ്. ആ സീസ് ഫയർ ഇപ്പൊ ഏതാണോ സ്ഥലം അതുവരെ അങ്ങനെ നിർത്തുക. റഷ്യ പിടിച്ച സ്ഥലം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. അതായത് കൂടുതൽ സ്ഥലം ഇങ്ങോട്ട് പിടിച്ച് വരാതിരിക്കാനും കൂടുതൽ സ്ഥലം ഇങ്ങോട്ട് അടിച്ചു കയറി വരാതിരിക്കാനുള്ള ശ്രമമാണ് ഇത് നടത്തുന്നത്. അതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ആ ഒരു ഉക്രൈനിന്റെ സ്ഥലങ്ങളിൽ എല്ലാം ചേർത്ത് ഉക്രൈനെ നാറ്റോയിൽ മെമ്പർഷിപ്പ് തരിക. നാറ്റോയിൽ മെമ്പർഷിപ്പ് തന്നതിന് ശേഷം ഒരിക്കൽ നമ്മൾ നാറ്റോയിൽ മെമ്പർഷിപ്പ് ആയാൽ അതിനുശേഷം ഞങ്ങൾ പിന്നെ റഷ്യയുമായിട്ട് സംസാരിച്ച് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളെ ഡിപ്ലോമാറ്റിക്കലി നമുക്ക് പിന്നെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്താം എന്നുള്ള രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലിറ്ററലി പറഞ്ഞാൽ പുള്ളി സറണ്ടർ, അത്രയേ ഉള്ളൂ. ഒറ്റ വാക്കിൽ ഇതാണ് പറയാനുള്ളത്. സറണ്ടർ ആയിരിക്കുകയാണ് സെലൻസ്കി. കാരണം അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് റഷ്യ ഉക്രൈനെ അങ്ങ് ചിന്നാഭിന്നമാക്കിയിരിക്കുകയാണ്. ഉക്രൈന്റെ ഗവൺമെന്റ് ഓഫീസുകളെല്ലാം അറ്റാക്ക് ചെയ്യുമെന്നുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പുടിൻ പറയുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഉക്രൈന്റെ ഉള്ളിൽ ന്യൂക്ലിയർ വെപ്പൺ കൊണ്ട് വെച്ചിട്ടുണ്ട്, സംശയിക്കുന്നു എന്നുള്ള രീതിയിലാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ പിന്നെ റഷ്യക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും അവിടെ ന്യൂക്ലിയർ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയാണ് ഇതൊക്കെ, ഒരു വാർ സ്ട്രാറ്റജിയാണ്. പുടിൻ എന്ന് പറഞ്ഞ ആളുടെ അത്ര ക്ലിയർ ആയിട്ടുള്ള വിഷനും കൃത്യമായിട്ടുള്ള വാർ സ്ട്രാറ്റജിയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ബുദ്ധി അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ഥലം റഷ്യ എല്ലാ ദിവസവും കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. സെലൻസ്കി ഓൾറെഡി സറണ്ടർഡ് ആണ്, ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ട്രംപിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉക്രൈന്റെ സീസ് ഫയറിനെ കുറിച്ചുള്ള ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ പ്രൊപ്പോസലിൽ പറയപ്പെടുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉക്രൈന് കൊടുക്കുന്ന എല്ലാ എയ്ഡുകളും, ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എയ്ഡുകളും USA നിർത്തും എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, റഷ്യ ഇതുവരെ പിടിച്ച സ്ഥലങ്ങളെല്ലാം റഷ്യയുടെ ഭാഗത്തേക്ക് തന്നെ വെച്ചേക്കാം, ഒരു കുഴപ്പമില്ല, റിലീസ് ചെയ്യേണ്ട. അത് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്, ഈ 2 കണ്ടീഷനും നടന്നു കഴിഞ്ഞാൽ പതിയെ സ്ലോലി റഷ്യയുടെ മേലിലുള്ള സാങ്ഷൻസ് നീക്കി തുടങ്ങും. അതിന്റെ പ്രാഥമികമായിട്ട് 2-3 സാങ്ഷൻസ് എടുത്ത് കളയാനുള്ള സാധ്യതയാണ് ആദ്യമേ പറയപ്പെടുന്നത്. ഇനി ഉക്രൈന്റെ ഭാഗത്ത് പറയപ്പെടുന്നത്, ഉക്രൈൻ എന്താണ്, ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ വാർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക, അത് ചെയ്യാൻ പറ്റും. 4ാമത്, ഉക്രൈന് നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിക്കില്ല. ഇതാണ് വെച്ചിരിക്കുന്ന സീസ് ഫയർ. റഷ്യ ഉക്രൈന്റെ സീസ് ഫയറിന് ട്രംപിന്റെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രൊപ്പോസലാണിത്. ഇത് അംഗീകരിക്കുന്ന മുറയ്ക്ക് ഒരു സീസ് ഫയർ റഷ്യ ഉക്രൈന്റെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഉക്രൈനിലെ, അതായത് സെലൻസ്കിയുടെ ഒരു പെരുമാറ്റം, സെലൻസ്കിയുടെ ഇന്നത്തെ ഒരു അഭിമുഖം കണ്ടപ്പോഴത്തേക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ, ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റേറ്റ്മെന്റിനെ പിന്നെ അനുകൂലിക്കുന്ന രീതിയിലാണ് സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും വൈകാതെ തന്നെ റഷ്യ ഉക്രൈൻ വാറിൽ ഒരു തീരുമാനം ഉണ്ടാവും. അതും റഷ്യ ഇതുവരെ കയറി പിടിച്ച സ്ഥലങ്ങളെല്ലാം റഷ്യ തന്നെ കൈവശം വെക്കുന്ന രീതിയിലായിരിക്കും. റഷ്യക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടി, റഷ്യക്ക് ബെനിഫിറ്റ് ആകുന്ന രീതിയിലായിരിക്കും ഈ ഒരു സീസ് ഫയർ അവസാനിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് ക്രീമിയ ഇപ്പൊ റഷ്യയുടെ ഭാഗത്തുള്ളതോ അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ, വേണ്ടി വന്നാൽ കീവ് വരെയുള്ള നിലവിലുള്ള ഉക്രൈന്റെ ക്യാപിറ്റൽ വരെ റഷ്യ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.